ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിഷയം? സുഖമല്ലേ? സത്യത്തിൽ ഇന്ന് വീഡിയോ ഇടുമ്പോൾ മനസ്സിൽ നിറയെ വേദനയും വിഷമത്തോടു കൂടിയാണ് ഇടുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്തുള്ളൊരു കുഞ്ഞു മോന് മരണപ്പെട്ടത്. അതിന് മുന്നേ ഒരു കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം ഇന്നലെ രാത്രി ഒരു താത്ത മരണപ്പെട്ടു. മൊത്തത്തിൽ ആ കുഞ്ഞു കുട്ടി മരണപ്പെട്ട സീനുണ്ടല്ലോ, നമ്മളെല്ലാവരും കണ്ടു. ചില ആളുകൾ വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു, ഡോക്ടർമാർ അനാസ്ഥ മൂലമാണ്, ചില ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുകൾ സെറ്റായിട്ടില്ല പറഞ്ഞുകൊണ്ടാണ് കുട്ടി മരണപ്പെട്ടു പറയുന്നത്. പോയത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അച്ഛനുക്കുമാണ്. നമുക്കൊക്കെ മക്കളുള്ളതാണ്. എന്താ പറയുക, ആ വീഡിയോയിൽ അമ്മ ഇപ്പോൾ കരയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം തണുത്തുപോയി എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ആ വീഡിയോ കാണുമ്പോൾ തന്നെ വല്ലാതൊരു വിഷമം തോന്നിപ്പോയി. കാരണം വെച്ചാൽ എങ്ങനെ ഈ വീഡിയോ ഇടണം എന്നുള്ളത് അറിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. നമുക്കൊന്നേ ശ്രദ്ധിക്കാനുള്ളൂ, ചൂട് കൂടുതലാണ്. നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. സ്കൂൾ പൂട്ടിയ ടൈമാണ്. മക്കളൊക്കെ 24 മണിക്കൂർ വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഓടിച്ചാടി കളിക്കും. എന്താ പറയുക, വീട്ടിലെ ജനലുകൾ വാതിലുകൾ എല്ലാം അടച്ചിടുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഇനി ഇതുപോലത്തെ ഒരു മരണം നമ്മുടെ കണ്ണിൽ കാണാതെ നമ്മൾ ശ്രദ്ധിക്കുക. ആ അമ്മയുടെ കരച്ചിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തള്ളി, അത് എങ്ങനെ പറയുക, അത്രയ്ക്കും വേദനിച്ചു പോയി. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അച്ഛനും കുടുംബത്തിനൊക്കെ ക്ഷമ നൽകട്ടെ. ഒരാൾക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ദൈവം തമ്പുരാൻ കൊടുക്കാതിരിക്കട്ടെ. പെട്ടെന്നുള്ള മരണം. നമ്മുടെ മക്കളൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷനും എത്ര വേദനിച്ചാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ മക്കളുടെ മുഖം കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. പക്ഷെ ആ സന്തോഷത്തിന് പകരം കണ്ണുനീര് കാണുന്ന ഒരവസ്ഥ. ദൈവം ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഒരാൾക്കും ഇതുപോലത്തെ ഒരു പ്രയാസവും കൊടുക്കാതിരിക്കട്ടെ.